ശ്രീ വൈശാഖ മഹാത്മ്യം 29-ാം അധ്യായം. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനശ്ലോകം. ഓം തത്സത്. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം പെണ്ണി ശുദ്ധമാനസേ ബാലേ പുത്തൻ തേൻ പഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. ഉടരാം ഞങ്ങൾക്കെന്നും കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളി പേടയും കുതൂഹല ആവണ്ണം ഉര ചെയ്തു. വാരണമുഖനുമാ വല്ലവാത്മജം വിഘ്നവാരണം ഭജിക്കുന്നേൻ മനസാ സദാകാലം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ വൈശാഖ മാസം ഇന്ന് 29-ാം തീയതി. നാളെയോടുകൂടി വൈശാഖ മാസം സമാപിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് 29-ാമത്തെ അധ്യായം. അത വൈശാഖ മഹാത്മ്യ നവവിംശധ്യായ. ശുനിവചനമതഗതയ തനയ വിരവോളിതി ശുദ്ധ മുനി പത്മബന്ധുവാക്യം കേട്ടു. സരമയുടെ രുതിതരമൊഴിയുമിക സാദരം സത്യ നിജോക്തിയും ചൊല്ലി ഞാൻ തൽക്ഷണേ. തവ മൊഴികൾ സകല മനുചിതമറിക ബാലക. ബ്രാഹ്മണർക്ക് ഈ വിധം സമ്മതമല്ലടോ. അധിക നിജ സുഖകൃതനു വരു അധിക ദുഃഖവും അന്യ ദുഃഖാദയ സംഭവിച്ചിടണം. അറിവുടയ സുജനമിതി സതതമിക ചെയ്യുന്നു അത്ഭുതമാരറിയുന്നു ബുധമതം. ദിവസകരൻ അതിരവസനയ നയനമതു കൺകനി ദീനരായിടും ജനമല്ലയായിക്കിലോ. സുടുദുഹിന കിരണനിത പവനഗതിയും കാൺക കലം പരോപകാരം നിനച്ചല്ലയോ. കാലം കാലം വേണ്ടത്. ഗതികളിവ പശു തുളസി ചന്ദനം ദാരു വൃന്ദാദി സമസ്തവും പാർക്കിലോ. ഓം ശ്രീകൃഷ്ണായ നമ. അമരശുചമൊഴിവതിനു സുഖമതിദീചിത അസ്ഥി കൊടുത്തു മരിച്ചു ദയാവശാൽ. ശിവനപദ നിജപുഷി ശരണഗതരക്ഷയാശേനു കണ്ടിച്ചു മാംസദാനം ചെയ്തു. ജഗതിബുധ ജനമഖിലമധിക അരുണയാ ഭവാൻ ജീമൂതവാഹനാവസ്ഥ കേൾപ്പീലയോ. ശ്വസനനിക സകല ദിശി ഭവതി കില വർഷവും ശുദ്ധമശുദ്ധവും നോക്കുമാറില്ലടോ. സപതിശുനിയുടെ കലുഷമറിയ മമ പുണ്യേന സാദര മുദ്രിക്കുന്നതുമുണ്ടു ഞാൻ. ദിവസകരനെയും അമല സാക്ഷിയാക്കി സ്ഥിരദ്വാദശി നാൾ ജപത മന്ത്ര പുണ്യം ശുനേ. തനയനുടെ സവിത പുരി മുനി ബാന്ധവനിന്നുടൻ തന്നേനഹമെന്നു തന്നേനരുൾ ചെയ്തു. അതു സമയമഭി സരമ നിജ വപുഷി നിന്നുടൻ അത്ഭുതമായ രൂപം ധരിച്ചിടിനാൾ. ദിവസകര ശിശുകരണ രുചിര കലരുമങ്കന ദിവ്യാംബരാഭരണാലകൃതാംഗുലിയാൽ. മുനിചരണയുകളമത തൊടുതു തൊടുതാതരാൽ മൗനാനുവാദീന പോയ മനോഹരി. നരതിലകപുനരവളെ മനസ്സികതു മനസ്സിലാൽ പുരാം നാരായണമൂർത്തി ശക്രനു നൽകിപോൽ. സുഹൃതനിധി സമുഖിയവൾ സുരജനപരാശ്രിത സുന്ദരിയായിടും ഉർവശി പോലവൾ. കമല സുഹൃദവനി സുരതിലകസനിതത്തലേ കന്യയാ ദ്വാദശി മുഖ്യയായുള്ളഹോ. ഇതിമതിലധിക ശുഭതിഥികളിഹ മൂന്ന് മുണ്ടീടലും പേരന്ത്യ പുഷ്കരണി എന്നും. അവരുടെ മഹിമസ്വനു ഗുണനിധി ത്രയോദശി ആഖ്യാ ചതുർദശി പൂർണ്ണമാവും തഥാ. അതിൽ പ്രഥമ തിഥിലത വിഭുജനമാതരാലംബോടു സേവയാ ശുദ്ധി നൽകും നൃണാം. ചതുർദശിയെ ഭജിപ്പവർക്ക് വിശുദ്ധി യജ്ഞമേകിടും
ചാരുതീർത്ഥങ്ങളും പൂർണ്ണമായി കേൾക്ക നീ. അകമഖിലമപഹരതി പവനിനിയും പുര അത്രാമുദാജ ഏകാദശി ദിനേ ധനഞ്ജകുലമദനനഥൻ ബഹുകരുണയാ ഹരി നാം ദ്വാദശി നാളതു പാലനവും ചെയ്തു. ഭരതനജ അമരപതി സുഖമൊട് ഭുജിപ്പിച്ചു വൈശാഖ ശുഭ്ര ത്രയോദശി നാൾ സഖേ. അസുരകുല മതഹരണം തരണമതു കേൾക്കിടു അത്ഭുതമായ ചതുർദശി നാളിടു. പുതുമലരിലുദിത മധുര രമണകൃപയാപരം പൂർണിമായം സുര സാമ്രാജ്യ സിദ്ധിയും അബദ്ധകുലമഖിലമതി സുഖതരം അനുഗ്രഹം അമ്പോടു നൽകിനാവേവരും കൗതുകവൽ. നരനിവഹമതി സുഭദ്രതിഥികളിവ മുന്നിലും സ്നാനവും ചെയ്തു സേവിച്ചാൽ അവരുടെ കലുഷഗണ മകലുമതി വിധിഹരിഹരാദികൾ കൽപ്പിച്ചു കണ്ടതു സത്യമെന്നോർക്ക നീ. പുനരിനിയും പായസം പൂർണ്ണമായം ഭൂദേവനു നൽകിനാൾ. പുകഴ്ത്തുരുതി അഴകിനോട് ഗുണഗണ സമേതനാം പുത്രനുണ്ടാവുമെന്നു സിദ്ധമല്ലോ ഭുവി. വിശുദ്ധിദാനാൽ മഹാബലം സിദ്ധിതം. ഗതവിധുകൾ അധിക സുഖം അമലകര പൂർണിമ അധ്യായവും 29 ഓം തത്സദിതി. വൈശാഖ മഹാത്മ്യേ നവവിംശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതിമുഖ്യമായ മാധവമാസം വൈശാഖമാസം എന്നൊക്കെ അറിയപ്പെടുന്ന ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസം നാളെയോടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സംസാര സാധനമുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മ.